എളിയ നിലയിൽ നിന്ന് ജീവിതം തുടങ്ങി ജീവിതത്തിൻ്റെ ചുഴികളും മലരുകളും നിറഞ്ഞ പ്രതിസന്ധി നിറഞ്ഞ ജീവിതത്തെ മറികടന്ന് ഉന്നത പടവിലേക്ക് നടന്നു കയറുകയും വൻ സാമ്പത്തിക നേട്ടമുണ്ടാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്യുമ്പോഴും പാവങ്ങളെ മറക്കാതെ സമ്പത്തിൻ്റെ വലിയൊരു ഭാഗം സമൂഹത്തിലെ നിർധനരായ രോഗികൾ, അശരണർ, അനാഥാലയങ്ങൾ എന്നിവർക്ക് വേണ്ടി മുടക്കാൻ സന്മനസ് കാണുന്ന ഹൃദയത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ കയ്യൊപ്പുള്ള ചിലരെയാണ് ഞങ്ങൾ കനൽ വഴികൾ താണ്ടി വിജയം കൊയ്തവർ എന്ന പങ്ക്തിയിലൂടെ ഫെസ്റ്റൂൺ ചാനൽ അഭിമാനപൂർവ്വം നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഞങ്ങൾ അവതരിപ്പിച്ച പറയാൻ ബാക്കി വെച്ചത് എന്ന പ്രോഗ്രാം 100 എപ്പിസോഡുകൾ കഴിഞ്ഞ് വൻ ജനസർച്ചയോടെ മുന്നോട്ട് പോയതിൽ കാണികൾക്ക് വലിയ ഒരു പങ്കുണ്ട്. അതുപോലെ തന്നെ ജീവിതത്തിൻ്റെ വേറിട്ട വഴികളിലൂടെ സഞ്ചരിക്കുന്ന ജീവകാരുണ്യ പ്രവർത്തനത്തിലൂടെ നന്മയിലൂടെ സമൂഹത്തിന് മാതൃകയാകുന്ന ചിലരുടെ ജീവിതത്തിലേക്കുള്ള നേർക്കാഴ്ചയാണ് ഫെസ്റ്റൂൺ ചാനൽ അവതരിപ്പിക്കുന്ന കനൽ വഴികൾ താണ്ടി വിജയം കൊയ്തവർ എന്ന ഈ പുതിയ പ്രോഗ്രാം. ഈ പ്രോഗ്രാമിൻ്റെ ആദ്യ എപ്പിസോഡിൽ തന്നെ മുണ്ടക്കയത്ത് എല്ലാവരും അറിയുന്ന മനുഷ്യസ്നേഹിയായ ശ്രീ ജോഷി മംഗലത്തെ പരിചയപ്പെടുത്താൻ കഴിഞ്ഞതിൽ ഞങ്ങൾ അതീവ സന്തുഷ്ടരാണ്. നിങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ ജോഷി മംഗലത്തിലെ ജീവിതത്തിൻ്റെ നേർക്കാഴ്ച അവതരിപ്പിക്കുകയാണ്. സ്വാഗതം മിസ്റ്റർ ജോഷി. എന്നും പുലർച്ചെ തന്നെ ഉറക്ക എഴുന്നേൽക്കുന്ന ജോഷി നേരെ എത്തുന്നത് കൺകണ്ട ദൈവങ്ങളായ മാതാപിതാക്കളുടെ ചിത്രങ്ങൾ ഇരിക്കുന്ന മുറിയിലേക്കാണ്. അവരെ പ്രാർത്ഥിച്ച ശേഷമേ ജോഷിയുടെ ദിവസങ്ങൾ എന്നും ആരംഭിക്കാറുള്ളൂ. ഇന്ന് കാണുന്ന എൻ്റെ എല്ലാ ഐശ്വര്യങ്ങൾക്കും കാരണം എൻ്റെ വളർത്തച്ഛനും വളർത്തമ്മയുമാണ്. ഇരുവരും മരിച്ചെങ്കിലും എന്നും വഴികാട്ടിയായി എന്നോടൊപ്പമുണ്ട്. അമ്മയും പപ്പയും കൂടി മരിച്ചതോടെ ഇവിടെ 4 പേരുടെയും കൂടിയുള്ള ഫോട്ടോ എൻ്റെ കയ്യിൽ എപ്പോഴും പിടിച്ചിരിക്കും. ഇതെനിക്ക് നൽകുന്ന ആത്മവിശ്വാസം ഒത്തിരിയാണ്. എന്ത് കാര്യവും ഇവിടെ സാക്ഷ്യം നിർത്തിയാണ് ഞാൻ തുടക്കം കുറിക്കുന്നത്. എൻ്റെ സ്ഥാപനങ്ങൾ, വീടുകൾ, വാഹനങ്ങൾ എന്നിവയിൽ ഇവരുടെ പടങ്ങൾ ദൈവത്തിൻ്റെ തൊട്ട് താഴെ ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. ഇവിടെ അനുഗ്രഹമാണ് എൻ്റെ എല്ലാ ഐശ്വര്യങ്ങൾക്കും കാരണമെന്നാണ് എൻ്റെ വിശ്വാസം. മാതാപിതാക്കളുടെ ചിത്രങ്ങൾക്ക് മുന്നിൽ പ്രാർത്ഥിക്കുന്ന ജോഷി നേരെ നടക്കാനായി ഇറക്കും. പ്രഭാത സഫാരി തുടങ്ങുന്ന ജോഷി വിവിധ ആരാധനാലയങ്ങൾ സന്ദർശിച്ച് പ്രാർത്ഥിക്കുന്നതോടെയാണ് ദിവസങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത്. പ്രഭാത സവാരിക്ക് ഇറങ്ങുന്ന ജോഷി വഴിയിൽ കണ്ടുമുട്ടുന്നവരോടെല്ലാം കുശലം പറയുന്നതും അവരുടെ കുടുംബകാര്യങ്ങൾ തിരക്കുന്നതും പതിവാണ്. ഇത്തരമൊരു പ്രഭാത സവാരിക്കിടയിലാണ് തങ്കപ്പൻ എന്ന മനുഷ്യനെ ജോഷി കണ്ടുമുട്ടുന്നത്. തങ്കപ്പനോട് വിവരങ്ങൾ തിരക്കി കുറച്ച് ദിവസമായപ്പോൾ തങ്കപ്പനെ പറ്റിയുള്ള മുഴുവൻ വിവരങ്ങളും മനസ്സിലാക്കിയ ജോഷി തങ്കപ്പൻ രോഗിയാണെന്ന് മനസ്സിലാക്കുകയും ചികിത്സയ്ക്ക് 1 മാസം വളരെയധികം പണമുണ്ടെന്ന് അറിയുകയും ചെയ്തതോടെ തങ്കപ്പൻ്റെ ചികിത്സയ്ക്ക് ആവശ്യമായ പണം നൽകാമെന്ന് സമ്മതിക്കുകയും അതോടൊപ്പം മുണ്ടക്കയത്തെ ഒരു മെഡിക്കൽ സ്റ്റോറിൽ തങ്കപ്പന് ആവശ്യമായ മരുന്ന് ഏർപ്പാട് ചെയ്യുകയും ചെയ്തു. അതോടൊപ്പം തന്നെ തങ്കപ്പന് എൻ്റെ ആഹാര കാര്യങ്ങളും മുഴുവൻ ചെലവും വഹിക്കാമെന്ന് ജോഷി സമ്മതിച്ചെങ്കിലും തങ്കപ്പൻ പ്രഭാതത്തിലെ ആഹാരം മാത്രം മതിയെന്ന് ആവശ്യപ്പെടുകയും ഇതനുസരിച്ച് ചോറ്റിൽ തന്നെയുള്ള ഒരു കടയിൽ പ്രഭാത ഭക്ഷണം ഏർപ്പെടുത്തുകയും ചെയ്തു. തങ്കപ്പൻ പ്രഭാത ഭക്ഷണത്തോടൊപ്പം ചിലപ്പോൾ വീട്ടിലേക്ക് പാഴ്സലും വാങ്ങി പോകാറുണ്ട്. സുപ്രഭാതത്തിൽ പെട്ടെന്ന് കണ്ടുമുട്ടുക, അതായത് ഈ കരോട്ട് വെച്ച് നടന്ന് സാർ രാവിലെ നടക്കാൻ പോകും, തിരിച്ചു വരുന്ന വഴി ഞാൻ കാണും, ഇടയ്ക്ക് വെച്ച് ഞങ്ങൾ കണ്ടുമുട്ടി ഒന്നിച്ചു പോകും. അങ്ങനെയാണ് ഞങ്ങൾ തമ്മിലുള്ള പരിചയം. അപ്പോൾ എന്നെപ്പറ്റി ചോദിച്ചു, എവിടെയാണ് താമസിക്കുന്നത്, ഞാൻ പറഞ്ഞു ഇന്നടത്താണ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഞങ്ങൾ ആ ബന്ധം സ്ഥാപിക്കുന്നത്. അപ്പോൾ എന്നോടും മറ്റു ചില കാര്യങ്ങളും ചോദിച്ചു. ഭക്ഷണത്തിൻ്റെ കാര്യം ഒക്കെ ചോദിച്ചു. ഭക്ഷണമൊക്കെ ഞാൻ ഏർപ്പാട് ചെയ്യാം, ഊണ് കാപ്പി ഒക്കെ ഈ ചുവട്ടിൽ കടയിൽ ഏർപ്പാട് ചെയ്യാം. ഞാൻ പറഞ്ഞു ഊണൊന്നും വേണ്ട, വീടടുത്താ, പിന്നെ കാപ്പി ഇച്ചിരി കുടിച്ചാൽ കൊണ്ടാം എന്നൊക്കെ അതിന് അതെല്ലാം ഏർപ്പാട് ചെയ്ത് പോന്നു. പിന്നെ ഞങ്ങൾ
എന്നും കാണുമ്പോൾ എന്നെ പിടിച്ചു നിർത്തി സംസാരിക്കും. ഇതേ ഒരു വലിയ ദൈവവിശ്വാസിയാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അമ്പലം, പള്ളി, നമ്മുടെ മാതാവിൻ്റെ അവിടെ എല്ലാം വന്ന് പ്രാർത്ഥിക്കും. അതെനിക്കും അസുഖമുണ്ട്. അങ്ങനെ ഞങ്ങൾ കണ്ടില്ലെങ്കിൽ അവിടെ വെച്ച് കണ്ടിട്ടുണ്ട്. അങ്ങനെയാണ് ഞങ്ങൾ പിന്നെ ഒരു പരിചയം ആയത്. സാറിപ്പോൾ മരുന്ന് 1.5 വർഷമായിട്ട് ഇവിടെ സാറാണ് മരുന്ന്. ഞാൻ വെളിയിലോട്ട് കുറിച്ച് വരുവാണ്. അപ്പം അതിൻ്റെ 6-7 കൂട്ടം ഗുളിക വേണം. അത് അവിടെ നിന്ന് ആശുപത്രിയിൽ നിന്ന് കിട്ടുന്നത് പിന്നെ ഈ ഷുഗറിന്, പ്രഷറിന്, ഇൻസുലിനും മാത്രമേ കിട്ടത്തുള്ളൂ. ബാക്കി മുഴുവനും. അപ്പോൾ 15 ദിവസം കൂടുമ്പം ക്രിയാറ്റിൻ പരിശോധിച്ചുകൊണ്ട് ചെല്ലണം. 15 ബ്ലഡ്, യൂറിനും എല്ലാം പരിശോധിച്ച് റിസൾട്ട് കൊണ്ട് കാണിച്ചു കഴിയുമ്പോഴാണ് ഡോക്ടർ മരുന്നിന് എഴുതുന്നത്. ആ മരുന്ന് മുഴുവൻ വെളിയിൽ നിന്നുള്ളതാണ്. ആ വെളിയിൽ മരുന്ന് മേടിച്ച് ഞങ്ങൾ ആദ്യമൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ട് കൊടുക്കാനായിട്ട് പിന്നെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പം ഇത് മുടങ്ങാതിരിക്കുവാണെങ്കിൽ കുറേ നാൾ കൂടെയൊക്കെ പുള്ളി ജീവിച്ചിരിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ വന്നപ്പോഴാണ് ഈ സാറിനെ കണ്ടുമുട്ടുക. സാറ് പറഞ്ഞു മരുന്ന് വല്ലതും വേണമെങ്കിൽ അതിൻ്റെ വയലിൽ ഡിസ്പെൻസറിയിൽ നിന്ന് മേടിച്ചോണം, ഞാൻ എൻ്റെ പേര് പറഞ്ഞാൽ മതിയെന്ന് സാറ് പറഞ്ഞു. അതനുസരിച്ച് ചേട്ടനായിരുന്നു ആദ്യമൊക്കെ പോയി മരുന്ന് മേടിക്കുന്നത്. അതിനുശേഷം ചേട്ടൻ വീണതിന് ശേഷം ചേട്ടൻ എഴുന്നേക്കാൻ പറ്റാതെ വന്നു. 1 വർഷമായിട്ട് ഇപ്പോൾ കിടപ്പാണ്. അപ്പോൾ ഇപ്പോൾ ഞാനാണ് പോയി മേടിക്കുന്നത്. ഇത്തരത്തിൽ നിരവധി പേരെ സവാരിക്കരയിൽ കണ്ടുമുട്ടുന്ന നിരവധി പേരുടെ രോഗചികിത്സ ഉൾപ്പെടെ ഭക്ഷണ ചികിത്സ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ജോഷി നോക്കി നടത്തി വരുന്നു. ഇത്തരത്തിലൊരാൾക്ക് അവിടെ ഒരു ഹോട്ടലിൽ സവാരിക്കിറങ്ങുമ്പോൾ നിത്യമായി കണ്ടുമുട്ടുന്ന ഒരാൾക്ക് ജോഷി കാപ്പിയും പലഹാരവും വാങ്ങി പ്രഭാതത്തിൽ നൽകാറുണ്ട്. അങ്ങനെ ഒരാളെയും ഞങ്ങൾ ഈ യാത്രയിൽ കണ്ടുമുട്ടുകയുണ്ട്. ആ ഹോട്ടലിൽ മറ്റൊരു കാര്യം കൂടി ജോഷി ചെയ്യുന്നുണ്ട്. ഒരു മലയാള മനോരമ പത്രം ജോഷി കാശ് മുടക്കി ആ ഹോട്ടലിൽ ഇടുന്നുണ്ട്. അത് ആ ഹോട്ടലിൽ വരുന്ന എല്ലാവർക്കും പത്രം വായിക്കാനുള്ള ഒരവസരം ഒരുക്കുന്നതിന് വേണ്ടിയാണ് ജോഷി ഇങ്ങനെ ചെയ്യുന്നത്. ദൈവം എന്നാൽ ഒരു ശക്തിയാണെന്ന് എൻ്റെ വിശ്വാസം. അത് എവിടെയായാലും അമ്പലം, പള്ളി, മസ്ജിദ് എല്ലായിടത്തും ആ ശക്തി നിലനിൽക്കുന്നു. അതുകൊണ്ട് ഇന്നും രാവിലെ പ്രഭാതം നടത്തുന്നതിനായി ഇറങ്ങുമ്പോൾ മാതാവിൻ്റെ കുരിശടിയിലും മഹാദേവ ക്ഷേത്രത്തിലും കുരുമന്ദിരത്തിലും മുമ്പിൽ ഞാൻ ഒരുപോലെ പ്രാർത്ഥിക്കും. അതിനുശേഷം 2.5 കിലോമീറ്ററോളം ദൂരെ മാങ്ങാപ്പാറ പള്ളിയിൽ പോയി മാതാവ് ഈശോയുടെ പ്രാർത്ഥനയ്ക്ക് ശേഷം നടന്ന് ചോറ്റിയിൽ വന്ന് ചോറ്റിയിലുള്ള മസ്ജിദിലും ഞാൻ പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് ഞാൻ തിരിച്ച് വീട്ടിലെത്താറുള്ളൂ. ഇത് വർഷങ്ങളായിട്ട് എൻ്റെ ദിനചര്യയാണ്. അമരാവതിയിലെ മരിയൻ സദനം നിർധനരായ, നിരാശ്രയരായ അന്തേവാസികളുടെ അഭയ കേന്ദ്രമാണ്. ഇത്തരം നിരാശ്രയരായ അന്തേവാസികളെ അവിടെ പാർപ്പിക്കുന്നത് സിസ്റ്റർമാർ വളരെയധികം സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരുന്നത്. ഇതറിഞ്ഞ ജോഷി അമരാവതി മരിയ സദനത്തെത്തുകയും മരിയ സദനത്തിന് ആവശ്യമായ മുഴുവൻ സാമ്പത്തിക സഹായം നൽകാമെന്ന് കേൾക്കുക. ഇതനുസരിച്ച് വർഷങ്ങളായി എല്ലാ കാര്യങ്ങളും ജോഷിയാണ് അവിടെ നോക്കി നടത്തുന്നത്. അനാഥാലയത്തിലെത്തി അന്തേവാസികളായ അമ്മമാരെ കാണുന്നത് എനിക്കൊരു ആത്മവിശ്വാസമാണ്. ആണോ? വീട്ടിലെ ഈ പുള്ളിക്കാരി കൊണ്ട് ഇന്നാൾ പോയതല്ലേ ഒന്ന്? അതിനാൽ തിരക്കിനിടയിലും സമയം കണ്ടെത്തി ഞാൻ അവിടെ ഓടിയെത്തി. എന്നാലാവും വിധം ഇവിടെ ഞാൻ സഹായം എത്തിക്കാറുമുണ്ട്. എവിടെയാ വീട്? പന്തളത്തിനടുത്ത്. ആരൊക്കെ ഉണ്ട്? അമ്മ അച്ഛനും മാത്രമുള്ളൂ അല്ലേ? കല്യാണം കഴിച്ചല്ലേ? കല്യാണം എല്ലാം കഴിച്ചാണോ? പിള്ളേരൊന്നും ഇല്ലേ? എവിടെയാ? അങ്ങോ ഉണ്ടല്ലേ? മക്കൾ എത്ര പേരുണ്ട്? ഉണ്ടല്ലേ? അപ്പം ഇനി പോന്നു. എവിടെ കാണാമെന്നൊക്കെ കൊണ്ടോ ആയിരിക്കും അല്ലേ? അസുമാർക്കല്ലേ? അസുമാർക്ക് ഞാൻ കൊണ്ടുപോകും കേട്ടോ. പ്രാർത്ഥിച്ചേക്കാം. ഇവിടെ ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്ന ഒരു സാഹചര്യമാണ് തുടക്കത്തിലേ. അന്നേരം ജോഷിയെ ഞങ്ങൾക്കൊരാൾ പരിചയപ്പെടുത്തി തന്നു. ജോഷിയെ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുകളൊക്കെ ഒത്തിരി കുറവുണ്ടായി. പിന്നെ പിള്ളേർക്ക് ഡ്രസ്സായിട്ട്, ചെരുപ്പായിട്ട്, ഭക്ഷണമായിട്ട്, പിന്നെ നൈറ്റികൾ,
പിന്നെ ഇടയ്ക്കിടയ്ക്ക് വരുമ്പോഴൊക്കെ പലഹാരങ്ങൾ ഒക്കെ കൊണ്ടുത്തരും അവർക്ക്. പക്ഷേ ജോഷി വരുന്നത് ഇവിടുത്തെ പിള്ളേർക്കും ഭയങ്കര സന്തോഷമാണ്. ജോഷി ഇവിടെ വരുമ്പോൾ സന്തോഷിക്കാറുണ്ട്. ശരിക്കും ഒരു ദൈവസ്നേഹത്തിൻ്റെ ഒരു ഭയങ്കര ഒരു പ്രതിഫലനം പുള്ളിയുടെ സഹായങ്ങളിലൂടെ എന്തില്ല എന്ന് പറഞ്ഞാലും അത് തരാനുള്ള ആ സന്നദ്ധത പ്രകടിപ്പിക്കാറുണ്ട്. പിന്നെ ഉള്ളവരോ ഇല്ലാത്തവരോ അങ്ങനെ ഒരു വലിപ്പച്ചേർപ്പും ഇല്ലാതെ കൊണ്ട് സ്നേഹിക്കുന്ന രീതി ഞാൻ ശരിക്കും കണ്ടിട്ടുണ്ട് ജോഷിയിൽ. അത് ഇന്നാരോടൊന്നുമില്ല, ഇവിടെ വന്ന എല്ലാവരോടും വളരെ സ്നേഹമായിട്ടും നല്ലൊരു ആചാരമര്യാദയോട് പെരുമാറുന്ന രീതി കണ്ടിട്ടുണ്ട്. സ്നേഹമാണ്. എപ്പോഴും പ്രാർത്ഥന ചോദിക്കുന്ന ഒരു രീതിയുണ്ട് ഞങ്ങളോട്. അതൊക്കെ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ എന്തില്ല എന്ന് പറഞ്ഞാലും അത് എന്നോട് പറഞ്ഞാൽ ഞാൻ മേടിച്ചു തരാം എന്ന് പറഞ്ഞപ്പോൾ ഒരു ഭക്ഷണ സാധനങ്ങളാട്ടെ വസ്ത്രമാട്ടെ എന്താണ് ഇവിടെ ഇല്ലാത്തത് നിങ്ങളത് മേടിച്ചു തരാമെന്ന് പറയാറുണ്ട്. പിന്നെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്ന സന്ദർഭങ്ങളുണ്ടായിരുന്നു, കറണ്ട് ബില്ലൊക്കെ അടയ്ക്കാനായിട്ട്. അന്നേരം ജോഷി നിന്ന് ഇപ്പോൾ സഹായിക്കുക ചെയ്തത്. അതുപോലെ ഈ പിള്ളേർക്ക് പിന്നെ ഭയങ്കര പ്രായമായ പിള്ളേരെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഇൻമേറ്റ്സ് അവർ മാനസിക രോഗികളാണ്, പ്രായമായവരാണ്. സന്ധിവേദന, നടുവേദന തുടങ്ങിയ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. എപ്പോഴും ചൂടുവെള്ളം വേണം. വിറക് മേടിച്ചവിടെ കഴിയുന്നത്, വിറക് ആരെങ്കിലും തന്നാലൊക്കെ ഉള്ളൂ. അപ്പം ഇങ്ങനെ ഈ സോളാർ വാട്ടറിനെ പറ്റി ചിന്തിച്ചപ്പം ജോഷി അത് കണക്ട് ചെയ്തു. 300 ലിറ്ററിൻ്റെ ഒരു സോളാർ വാട്ടർ ഹീറ്റർ ഞങ്ങൾക്ക് പിന്നെ കണക്ട് ചെയ്ത് തന്നിട്ട് ഒരു മാസമായതേ. മൈസെറ്റ് മേടിച്ചു തന്നു. അതുപോലെ തന്നെ വാർഷികത്തിന് ഇവിടുത്തെ എല്ലാ ആഘോഷങ്ങളിലും സജീവമായിട്ട് പങ്കെടുക്കാനും ആഘോഷങ്ങളെ മൂടി പിടിപ്പിക്കുക എന്ന് പറയുന്നതിന് വേണ്ട സഹായങ്ങൾ ചെയ്യുക എന്ന് പറയാനൊക്കെ സഹായങ്ങളൊക്കെ ചെയ്യാൻ ജോഷി ഇപ്പോഴും മുൻപന്തിലാണ്. കഴിഞ്ഞ വർഷം ക്രിസ്മസിന് ഷാജി ജോഷി ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് കടന്നു വന്നു. അതുപോലെ ഡ്രസ്സ് ഈ പിള്ളേർക്ക് വിതരണം ചെയ്തു. നല്ല ഫുഡ് അറേഞ്ച് ചെയ്തു. ക്രിസ്മസ് ആകെ ഒരു ആഘോഷമാക്കി മാറ്റി. ജോഷിയുടെ ജീവിതത്തിൽ ഇഞ്ചിയാനിക്ക് ഒരു പ്രത്യേക സ്ഥാനമുണ്ട്. ഇഞ്ചിയാനിയിലെ ഒരു ചെറിയ വീട്ടിലാണ് ജോഷി ജനിച്ച് വളർന്നതും പള്ളിക്കത്തോട്ടിലെ ഐ.ടി.ഐ വിദ്യാഭ്യാസം ഉൾപ്പെടെ വിദ്യാഭ്യാസം മുഴുവൻ നടത്തിയതും ഈ ചെറിയ വീട്ടിൽ താമസിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ജോഷിയുടെ ജീവിതത്തിൽ വളരെ പ്രധാനമറിയിക്കുന്ന ഇഞ്ചിയാനിയിലെ ആ വീട്ടിലേക്ക് നമുക്ക് ഒരിക്കൽ കൂടി ജോഷിയോടൊപ്പം കടന്നു ചെല്ലാം. ഈ പറമ്പിലുണ്ടായിരുന്ന സാധാരണ വീട്ടിലായിരുന്നു ഞാൻ ജനിച്ചത്. പപ്പയും അമ്മയും പപ്പയുടെ ജ്യേഷ്ഠനും ഭാര്യയും ഞങ്ങൾ 3 മക്കളും ഈ വീട്ടിലായിരുന്നു താമസം. ആകെയുള്ള 1.5 ഏക്കർ സ്ഥലത്തു നിന്നുള്ള വരുമാനം കൊണ്ടാണ് ഞങ്ങൾ ജീവിച്ചിരുന്നത്. എൻ്റെ ജനനശേഷം പപ്പയും അമ്മയും വെളിച്ചാനിൽ കുടുംബവീതമായി കിട്ടിയ സ്ഥലത്തേക്ക് മാറി താമസിച്ചു. ഈ മുറിയിലാണ് കട നടത്തിയത്. ഞങ്ങളുടെ ഏറ്റവും കൂടുതൽ ഉന്നമനം തമ്മായും പപ്പായും കൂടെ ഇവിടെ കട പലചരക്കയുടെ നടത്തിയിരുന്നത്. ഇവിടെ നിന്നുണ്ടായ കാശ് കൊണ്ടാണ് 31-ൽ എനിക്ക് 4 സെന്റ് സ്ഥലവും ഒരു തട്ടിയുള്ള കടയും വാങ്ങിച്ച് എൻ്റെ പേര് പപ്പാ തരുമായിരുന്നു. പപ്പായും അമ്മയും ഇവർ 2 പ്രയത്നം കൊണ്ടുണ്ടായ അതുകൊണ്ട് എൻ്റെ ഈ ഉയർച്ചയ്ക്കെല്ലാം കാണുന്നത്. മക്കളില്ലാത്ത പപ്പയുടെ ജ്യേഷ്ഠൻ്റെ കൂടെയായിരുന്നു പിന്നീട് എൻ്റെ ജീവിതം. വളത്തച്ഛനെ പാപ്പിച്ചെന്നും പോറ്റമ്മയെ മോനമിച്ചി എന്നുമാണ് ഞാൻ വിളിച്ചിരുന്നത്. ഇവരെൻ്റെ അച്ഛനും അമ്മയും തന്നെ ആയിരുന്നു. ദുർഘടമായ വഴികളിലൂടെ 2 കിലോമീറ്റർ നടന്ന് മരുത്തടി സ്കൂളിലെത്തിയായിരുന്നു എൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം. അതിനുശേഷം മുണ്ടക്കൽ CMS ഹൈസ്കൂളിലായിരുന്നു എൻ്റെ പഠനം. തുടർന്ന് കോയമ്പത്തൂർ നെഹ്റു കോളേജ് 3 വർഷ ഡിപ്ലോമ കോഴ്സിന് ചേർന്നെങ്കിലും മോനമ്മയെ കാണാതിരിക്കാൻ കഴിയാത്തതിനാൽ പഠനം ഉപേക്ഷിച്ച് തിരിച്ചു പോന്നു. ഇതിനിടയിൽ പപ്പ 31-ാം മൈൽ പലചരക്കട തുടങ്ങിയിരുന്നു. കടയിലിരിക്കുവാൻ എനിക്ക് മടി തോന്നിയില്ല. പള്ളിക്കത്തോട് ഗവൺമെൻറ് ഐ.ടി.ഐയിൽ ചേർന്നു. എൻ്റെ നിർബന്ധത്തിന് വഴങ്ങി പറമ്പിൽ നിന്ന് ആഞ്ഞിലി പ്ലാവ് മരങ്ങൾ വെട്ടിമാറ്റി മോനമിച്ച് എനിക്ക് എറണാകുളത്തുനിന്നും ST ക്ലാസിക്കൽ ബൈക്ക് വാങ്ങിത്തന്നു. ഇതിലായിരുന്നു പഠിക്കാൻ പള്ളിക്കത്തോട് ഞാൻ പോയിരുന്നു. ഞാൻ എൻ്റെ വിദ്യാഭ്യാസം ഗവൺമെൻറ് ഐ.ടി പള്ളിക്കത്തോടി പഠിച്ചപ്പോൾ എൻ്റെ ജീവിതത്തിലേക്ക് പല വഴിത്തിരിവുകൾ ഈ IT പഠിച്ചതും പ്രകാരം ജീവിക്കേണ്ടതായിട്ട് വന്നു. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വല്ലാതെ ഉയർച്ചയ്ക്ക് കാരണവുമായിട്ടുണ്ട്. ഇപ്പോൾ 2ാം വർഷമായപ്പോഴേക്കും ഞാൻ കോളേജ് യൂണിയൻ ചെയർമാനായി. അവിടെ എൻ്റെ ജീവിതസഖിയെ ഞാൻ കണ്ടെത്തി. എൻ്റെ നിർബന്ധപ്രകാരം എൻ്റെ പാപ്പച്ചിയും മോനമ്മച്ചിയും വിവാഹത്തിന് സമ്മതിക്കുകയും 1983-ൽ വെളിച്ചാനി പള്ളിയിൽ വെച്ച് എൻ്റെ വിവാഹം ഞാൻ തന്നെ മുൻകൈയെടുത്ത് നടത്തുകയും ചെയ്തു. അന്ന് എനിക്ക് ജോലിയില്ലാത്ത ഒരു പ്രശ്നമായി തോന്നിയതിനാൽ ഞാൻ പൈക ഹെവിയാക്രമ്പിൽ സൂപ്പർവൈസറായി ജോലിക്ക് ചേർന്നു. ഹെവിയാക്രമ്പിൽ സൂപ്പർവൈസറായിരുന്ന കാലത്താണ് ഞാൻ റബ്ബർ ഷീറ്റിനെ കുറിച്ച് വിശദമായി പഠിക്കാനിടയായത്.
ഫാക്ടറിക്ക് സമയമുള്ളൊരു ബസ് സ്റ്റോപ്പിനടുത്ത് റബ്ബർ കടയുണ്ടായിരുന്നു. കടയുടമ CS കുര്യൻ ചേട്ടനുമായുള്ള ചങ്ങാത്തം റബ്ബർ ഷീറ്റ് കച്ചവടത്തിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ച് പഠിക്കാൻ എനിക്ക് സാധിച്ചു. കുര്യൻ ചേട്ടനാണ് റബ്ബർ ഷീറ്റ് കച്ചവടം തുടങ്ങുവാൻ എന്നെ പ്രേരിപ്പിച്ചത്. ആ സമയം നമ്മൾ ഇപ്പോഴിരിക്കുന്ന ഈ സ്ഥലത്ത് പപ്പയ്ക്ക് 2 മുറി മടക്ക് തട്ടിപ്പീടിയുണ്ടായിരുന്നു. ഒരു മുറിയിൽ പപ്പ പലചരക്കട നടത്തുകയായിരുന്നു. അടുത്ത മുറിയിൽ പുരടത്തിൽ ജോർജൂട്ടിയുടെ സഹായത്തോടെ ഞാൻ റബ്ബർ കച്ചവടം തുടങ്ങി. എൻ്റെ വളത്തച്ഛനും പോറ്റമ്മ ഇഞ്ചാൻ്റെ ആകെ ഉണ്ടായിരുന്ന 1.5 ഏക്കർ സ്ഥലത്ത് റബ്ബർ ടാപ്പ് ചെയ്ത് സൂക്ഷിച്ചിരുന്ന 500 കിലോ റബ്ബർ ഷീറ്റായിരുന്നു കച്ചവടത്തിൻ്റെ ആകെ ഉണ്ടായിരുന്ന മൂലധനം. എൻ്റെ കൺകണ്ട ദൈവമായ അവർ നൽകിയ മൂലധനമാണ് ഇന്നുള്ള എൻ്റെ എല്ലാ വളർച്ചകൾക്കും കാരണം. അന്ന് മുണ്ടക്കയത്തെ എല്ലാ കടകളും ലോട്ട് ഷീറ്റുകൾ മാത്രമേ എടുത്തിരുന്നുള്ളൂ. അതേസമയം ഞാൻ നല്ല വില നൽകി ഫോർ ഷീറ്റുകൾ എടുത്തു തുടങ്ങി. ഇതോടെ എൻ്റെ കടയിലേക്ക് ഈ മേഖലയിൽ നിന്ന് മാത്രമല്ല കട്ടപ്പന ഉൾപ്പെടെയുള്ള മേഖലയിൽ നിന്ന് ഹൈറേഞ്ച് മേഖലയിൽ നിന്ന് വരെ കർഷകർ റബ്ബർ ഷീറ്റുകളുമായി എൻ്റെ കടയിൽ വരാറുണ്ടായിരുന്നു. ഈ സമയത്ത് പകൽ കടയിലും രാത്രി ഹെവിയാക്രമ്പിലുമായി ഞാൻ ജോലി തുടർന്നു. കച്ചവടം ക്രമേണ പച്ച പിടിച്ചതോടെ സാമ്പത്തികമായി വളരാനും തുടങ്ങി. വരുമാനത്തിൻ്റെ ഒരു ഭാഗം പാവങ്ങളെ സഹായിക്കാൻ തുടങ്ങിയതോടെ ദൈവം അത് 10 മടങ്ങായി തിരിച്ചു തരാനും തുടങ്ങി. 4 മക്കളാണ് എനിക്കുള്ളത്. 3 പെൺമക്കളും 1 മകനും. റബ്ബർ കടയിലും രാത്രി ഹെവിയാക്രമ്പിലും ജോലി ചെയ്യുന്നത് എൻ്റെ കഠിനാധ്വാന സ്വഭാവമായി ഇരുന്നു. ഇത് കുടുംബത്തിന് പൊരുത്തപ്പെടാൻ കഴിഞ്ഞില്ല. ഓരോ മക്കളുടെയും ജനനത്തോടൊപ്പവും ദൈവം സമ്പത്ത് വാരിക്കോരി തന്നുകൊണ്ടിരുന്നു. മകൻ്റെ ജനനം വരെ ഞങ്ങൾ പോറ്റമ്മയ്ക്കും വളത്തച്ഛനും ഒപ്പം ഇഞ്ചേനിലായിരുന്നു താമസിച്ചിരുന്നത്. ഈ സമയം 31 മൈലിൽ സ്ഥലം വാങ്ങി ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ഇന്നലെ വീട് ഞാൻ നിർമ്മിച്ചു. എന്നാൽ എൻ്റെ കൺകണ്ട ദൈവങ്ങളായ പൊറ്റമ്മയും വളർത്തച്ഛനെയും പുതിയ വീട്ടിലേക്ക് കൊണ്ടുവരണമെന്ന എൻ്റെ എക്കാലത്തെയും വലിയ ആഗ്രഹം കുടുംബജീവിതത്തിൽ താളപ്പിഴകൾ വർദ്ധിപ്പിച്ചു. എൻ്റെ വളർത്തച്ഛനോടും പോറ്റമ്മയോടും എൻ്റെ സ്നേഹം മറ്റുള്ളവർക്ക് ഉൾക്കൊള്ളാനായില്ല. അത് കുടുംബജീവിതം മുന്നോട്ട് പോകുന്നത് തടസ്സമാകുന്ന ചിന്ത എന്നെ മാനസികമായി സമ്മർദ്ദത്തിലാക്കി. ഇതോടെ മാനസികമായി തകർന്ന എന്നെ ഇത് പലപ്പോഴും ഡിപ്രഷനിലേക്ക് കൊണ്ടെത്തിക്കുന്നതായി അക്കാലത്ത് എനിക്ക് തോന്നുകയുണ്ടായി. വാഹനങ്ങൾ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന എനിക്ക് മാനസിക സമ്മർദ്ദം മൂലം പലപ്പോഴും സ്വയം ഡ്രൈവ് ചെയ്യാൻ കഴിയാതായി. ഇതോടെ കുളമ്പള്ളി ബിനുവിനെ സഹായിയായി കൂട്ടി. എൻ്റെ മാതാപിതാക്കളെ നോക്കുന്നത് ഉൾപ്പെടെ എൻ്റെ എല്ലാ കാര്യത്തിലും ബിനുവായിരുന്നു സഹായി. വളത്തച്ഛനും പിന്നീട് മോനമ്മച്ചിയും 31 വീട്ടിൽ വെച്ച് മരിച്ചു. ഇവരുടെ മരണത്തോടെ ഞാൻ ദൈവത്തിലേക്ക് കൂടുതൽ അടുത്തു. അത്ഭുതകരമായി മാനസിക സമ്മർദ്ദത്തിൽ നിന്ന് ഞാൻ സ്വയം മോചിതനായി. വാഹനം സ്വയം ഓടിക്കുവാനും വ്യാപാരത്തിൽ കൂടുതൽ ശ്രദ്ധിക്കുവാനും തുടങ്ങി. ദൈവത്തിലേക്ക് കൂടുതൽ അടുത്തോടെ വരുമാനത്തിൽ നല്ലൊരു വിഹിതം പാവങ്ങളെ സഹായിക്കാൻ തീരുമാനിച്ചു. കഷ്ടപ്പാടുകൾക്കിടയിലും മോനമ്മച്ചി പാവപ്പെട്ടവർക്ക് ആഹാരവും പണവും നൽകുമായിരുന്നു. ഇത് കണ്ട വളർന്ന ഞാനും പാവങ്ങൾക്ക് ചികിത്സാ സഹായം, ആഹാര, അനാഥാലയങ്ങൾക്ക് സഹായം എന്നിവ നൽകി തുടങ്ങി. എന്നാൽ മോനമ്മച്ചിയുടെ മരണശേഷം എൻ്റെ വരുമാനത്തിൻ്റെ നല്ലൊരു ഭാവം പാവങ്ങളെ സഹായിക്കാൻ ചെലവിട്ട് തുടങ്ങി. കൊടുക്കും തോറും ദൈവം അത് 10 മടങ്ങായി തിരിച്ചു തരാനും തുടങ്ങി. വലിയ ടെക് കമ്പനി MRFുമായി കച്ചവടം ബന്ധം സ്ഥാപിക്കുവാനും പ്രതിവർഷം അവരുമായി 118 കോടി രൂപ വരെ വ്യാപാരം നടത്താനും കഴിഞ്ഞു. ഈ സമയം എൻ്റെ വളർച്ച അസൂയ കൊണ്ട ചിലർ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ച് എന്നെ വ്യക്തിപരമായി തേജാവധം ചെയ്യുവാനും എൻ്റെ ബിസിനസ് തകർക്കുവാനും ശ്രമം നടത്തിയെങ്കിലും അതെല്ലാം ഞാൻ ദൈവാനുഗ്രഹത്താൽ അതിജീവിച്ചു. കുടുംബമായി മാനസികമായി ആണെങ്കിലും മക്കളുടെ വിദ്യാഭ്യാസം ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കാൻ 31 വീട്ടിലായിരുന്നു കഴിഞ്ഞിരുന്നത്. ഈ സമയത്ത് എൻ്റെ പപ്പയും അമ്മയും ഇളയ സഹോദരൻ്റെ സംരക്ഷണയിൽ വെളിച്ചാനിലെ കുടുംബ വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. പപ്പയ്ക്കും അമ്മയ്ക്ക് യഥാസമയം ചികിത്സ ലഭിക്കാൻ വൈകിയതോടെ ഇരുവരെയും എൻ്റെ 31 വീട്ടിൽ കൊണ്ടുവന്ന് താമസിക്കാൻ ഞാൻ ആഗ്രഹിച്ചു. എന്നാൽ ഇത് സാധിക്കാതെ വന്നതോടെ പപ്പയും അമ്മയും കട്ടപ്പന ലപ്പക്കടയിൽ വീട്ടിൽ കൊണ്ടുവന്ന് ഞാൻ താമസിപ്പിച്ചു. ലപ്പക്കട പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ പപ്പയ്ക്കും അമ്മയ്ക്കും വിദഗ്ധ ചികിത്സ നൽകി. പപ്പയും അമ്മയും നോക്കാനായി ബന്ധത്തിൽ ഒരു കുടുംബത്തെയും അവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചു. രാവിലെ മുണ്ടക്കയത്തെ കടയിലേക്ക് പോകുന്ന ഞാൻ വൈകിട്ട് കട്ടപ്പനയിലെത്തി പപ്പയ്ക്കും അമ്മയ്ക്കൊപ്പമാണ് അന്തി ഉറങ്ങിയിരുന്നത്. ഇതിനിടയിൽ പുൽമേടിനകത്ത് സത്രത്തിൽ സ്ഥലം വാങ്ങി ഞാനൊരു റിസോർട്ട് നിർമ്മിച്ചു. കുറച്ചു കാലത്തിന് ശേഷം ലപ്പക്കടയിലെ വീട്ടിൽ വെച്ചു പപ്പ മരിച്ചു. മരണസമയത്ത് ഞാൻ അടുത്തുണ്ടായിരുന്നു.
പപ്പയുടെ മൃതശരീരം 34 വീട്ടിൽ കൊണ്ടുവന്നെങ്കിലും മരണാന്തര ചടങ്ങുകളോട് കുടുംബത്തിലെ ചിലരുടെ നിസ്സഹകരണം എന്നെ ഏറെ വേദനിപ്പിച്ചു. പപ്പയുടെ മരണശേഷം കട്ടപ്പനയിലെ വീട്ടിൽ തനിക്ക് താമസിക്കാൻ അമ്മയ്ക്ക് താല്പര്യമില്ലാതായി. പപ്പയും അമ്മയും നോക്കിയ കുടുംബത്തിന് സ്ഥലവും വീടുകളും നൽകി. അമ്മയെ 31 വീട്ടിൽ കൊണ്ട് താമസിപ്പിക്കാൻ ശ്രമം നടത്തിയെങ്കിലും സാധിച്ചില്ല. ആ സമയം ഞാനും ഭാര്യയും തമ്മിലുള്ള കുടുംബ പ്രശ്നം കോടതി വരെ എത്താനിടയായി. കോടതിയും മറ്റ് മധ്യസ്ഥരുടെ ഇടപെടലിനെ തുടർന്ന് വിവാഹമോചിതരാകുവാൻ ഞങ്ങൾ പരസ്പരം തീരുമാനിച്ചു. ഒത്തുതീർപ്പ് വ്യവസ്ഥ അനുസരിച്ച് ഞാൻ നിർമ്മിച്ച വീട് ഉൾപ്പെടെയുള്ള വസ്തുക്കൾ ഭാര്യയുടെയും മക്കളുടെയും ജീവനാംശമായി പരിഗണിച്ച് വീതം വെച്ച് നൽകി. വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് സമ്പത്തും പ്രശസ്തിയും വെട്ടിപ്പിടിച്ചെങ്കിലും ജോഷിയുടെ ജീവിതത്തിലും ഒരു അസന്നിഗ്ധ ഘട്ടമുണ്ടായിരുന്നു. കുടുംബ പ്രശ്നം മാനസിക സംഘർഷത്തിനിടയാക്കിയതോടെ ഒരിക്കൽ ജോഷി എല്ലാം ഉപേക്ഷിച്ച് ജീവിതത്തിൽ നിന്നും ഒളിച്ചോടാൻ ഒരു ശ്രമം നടത്തി. അങ്ങനെയാണ് വിൽപത്രം എഴുതുന്നത്. ജോഷി ഒരിക്കലേ ഒരു വിൽപത്രമൊക്കെ എഴുതി വെച്ചിട്ട് ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിച്ചതായിട്ട് കേട്ടിട്ടുണ്ട്. അതായത് അമ്മയെ നോക്കുന്ന അനാഥാലയത്തിന് സ്വത്ത്, പിന്നെ അനാഥാലയങ്ങൾക്ക് സ്വത്ത്, ജോലിക്കാർക്ക് സ്വത്ത്, ഇങ്ങനെയൊക്കെ എഴുതി വെച്ച് ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിച്ചത് എന്തിനാണ്? അതുമാത്രമല്ല, ജോഷിയെ പോലെ ഒരാളിൽ നിന്ന് നമ്മളാരും ഇത് പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു അവസരം ഉണ്ടാകാൻ കാര്യം എന്താണ്? അതൊരു വല്ലാത്ത കാലമായിരുന്നു എൻ്റെ ജീവിതത്തിൽ. 2014 ആഗസ്റ്റ് 13 റോയിച്ചൻ പേർക്ക് വിൽപത്രം എഴുതാനിടയായിട്ടുണ്ട്. ജീവനേക്കാൾ ഞാൻ സ്നേഹിച്ചിരുന്നവർ ഒറ്റപ്പെടുത്തിയതും ഞാൻ പണിത വീട്ടിൽ കയറുന്നത് കോടതി വഴി തടയുകയും ചെയ്തതോടെ മാനസികമായി തകർന്ന് ഞാൻ എല്ലാം അവസാനിപ്പിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. എന്നാൽ പിന്നീട് അമ്മ എന്ന സത്യത്തിന് മുന്നിൽ എൻ്റെ തീരുമാനം മാറ്റേണ്ടി വന്നു. പിന്നീട് ആ വിൽപ്പത്രം ത്രെഡ് ചെയ്യുകയും ചെയ്തു. ജോഷിയുടെ ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ പട്ടിക നിരത്താൻ തുടങ്ങിയാൽ ഈ എപ്പിസോഡൊന്നും മതിയാവില്ല. ലബക്കടയിൽ പ്രളയത്തിൽ തകർന്ന 5 വീടുകൾ പുനർനിർമ്മിച്ച് നൽകി. മുരിക്കാശ്ശേരിയിൽ നിർധനരായ ക്യാൻസർ രോഗികളെ സഹായിക്കുന്നു. വെളിച്ചാനിയിൽ നിർധനരായ ഒരാൾക്ക് ഭൂമി നൽകിയതോടെ മറ്റുള്ളവർ ഇടപെട്ട് ആ ഇടവകയിലെ ഭൂരഹിതരായ മുഴുവൻ പേർക്കും ഭൂമി നൽകിയത് ജോഷിക്ക് ഏറെ സന്തോഷം നൽകിയ വസ്തുതയാണ്. അങ്ങനെ മറ്റുള്ളവർക്ക് ജീവകാരുണ്യ പ്രവർത്തനത്തിന് മാതൃകയാകാനും ജോഷിക്ക് കഴിഞ്ഞു. ഇങ്ങനെ എണ്ണിപ്പറഞ്ഞാൽ എണ്ണമില്ലാത്ത ഒരുപാട് പേർക്ക് ജോഷി എന്നും ഒരു കൈത്താങ്ങായി നിൽക്കുകയാണ്. കയറി കിടക്കാൻ കൂരയില്ലാത്ത, അന്തി ഉറങ്ങാൻ ഇടമില്ലാത്ത നിരവധി പേർക്ക് ജോഷി ഭൂമി സൗജന്യമായി നൽകുകയും വീട് വെക്കാൻ സാമ്പത്തിക സഹായം നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ അകാലത്തിൽ അന്തരിച്ച മുണ്ടക്കയത്തെ ഒരു കടയിലെ സപ്ലയറായിരുന്ന സുമീർ എന്ന യുവാവിൻ്റെ കുടുംബത്തിനും ജോഷി കൈത്താങ്ങാവുകയുണ്ടായി. മുണ്ടക്കയത്തിൻ്റെ സമീപ പ്രദേശമായ ചെളുക്കുഴിയിൽ ഒരു കുഞ്ഞും ഗർഭിണിയായ ഭാര്യയും വളർത്തമ്മയും സംരക്ഷിച്ചുകൊണ്ട് കുടുംബജീവിതം നയിച്ചിരുന്ന സുമീർ എന്ന ഒരു ചെറുപ്പക്കാരൻ്റെ മരണത്തിൽ ആകസ്മികമായുണ്ടായ അപകടത്തെ തുടർന്ന് ദൈവസന്നിധിയിലേക്ക് ആ ചെറുപ്പക്കാരൻ യാത്രയായപ്പോൾ സത്യത്തിൽ ഒരു നാട് മുഴുവൻ വിറങ്ങലിച്ചു പോയി. ഈ സാഹചര്യത്തിൽ ആ കുടുംബത്തെ സംരക്ഷിക്കുകയും അവർക്ക് താങ്ങാകുകയും ചെയ്യുക എന്നുള്ളത് ഒരു ബാധ്യതയായി ജാതി മത വർഗവർണ്ണ ഭേദമന്യേ നാട്ടിലെ മുഴുവൻ ജനങ്ങളും ഏറ്റെടുക്കുകയായിരുന്നു. ഈ ദൗത്യവുമായി ഇവിടുത്തെ മതമേലധ്യക്ഷന്മാരുടെയും സാമുദായിക രാഷ്ട്രീയ നേതാക്കന്മാരുടെയും നേതൃത്വത്തിൽ സമൂഹം ഇറങ്ങിത്തിരിച്ചപ്പോൾ ആദ്യമായി മുന്നോട്ട് വന്ന ഏറെ പ്രശംസ അർഹിക്കുന്ന ഒരു വ്യക്തിയാണ് ജോഷി മംഗലം എന്ന വിശാലമായ കാരുണ്യ പ്രവർത്തനത്തിലൂടെ സമൂഹ ശ്രദ്ധയാകർഷിച്ച സഹോദരൻ. തുടക്കത്തിൽ തന്നെ ആ കുടുംബത്തിന് താമസിക്കുവാൻ ആവശ്യമായ വീട് നിർമ്മിക്കുന്നതിന് 5 സെൻറ്റ് സ്ഥലവും നല്ല ഒരു എമൗണ്ടും അദ്ദേഹം വാഗ്ദാനം ചെയ്തിരുന്നു എന്നുള്ളതാണ് ഏറെ സന്തോഷകരമായ സാഹചര്യം. അത് മറ്റുള്ളവർക്ക് കൂടുതൽ ഇതിൻ്റെ പ്രവർത്തനങ്ങളിൽ ഊർജ്ജസ്വലമാകുന്നതിന് സഹായകമായി എന്ന് എടുത്തു പറയേണ്ട ഒരു വസ്തുതയാണ്. ജോഷി മംഗലത്തെ സംബന്ധിച്ചിടത്തോളം മാതൃകയാക്കാൻ പറ്റുന്ന മഹത്തായ ഒരു മനസ്സിൻ്റെ ഉടമയാണ്. ഈ കുടുംബത്തിന് മാത്രമല്ല, ഇതുപോലെ 7ഓളം കുടുംബങ്ങൾക്ക് വീട് നിർമ്മിക്കുവാൻ ആവശ്യമായ സ്ഥലം
നിരവധി അസുഖങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് മരുന്ന് വാങ്ങിക്കുവാൻ ആവശ്യമായ സഹായം ഉൾപ്പെടെ അനാഥശാലകൾ, അഗതി മന്ദിരങ്ങൾ തുടങ്ങി വിവിധ കേന്ദ്രങ്ങളിൽ സദാസമയവും സഹായം കൃത്യമായി എത്തിക്കുന്നതിന് അതീവമായ ജാഗ്രത പുലർത്തുന്ന ഒരു വ്യക്തിയാണ് ജോഷി മംഗലം. സത്യത്തിൽ എന്നെപ്പോലുള്ളവർക്ക് അസൂയ തോന്നിയ ഒരു വ്യക്തിയാണ് ജോഷി മംഗലം. മനുഷ്യൻ സമ്പാദിക്കാൻ വേണ്ടി നെട്ടോട്ടമോടുമ്പോൾ സമ്പാദ്യം മറ്റുള്ളവർക്ക് നൽകി അവരുടെ കണ്ണീരൊപ്പുന്നതിന് വേണ്ടിയാണ് ജോഷി മംഗലം എപ്പോഴും ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ളത്. ജോഷി മംഗലം നൽകിയ 5 സെൻറ്റ് സ്ഥലത്ത് അദ്ദേഹത്തിനെ പോലുള്ളവരുടെ സാമ്പത്തിക സഹായത്തോടുകൂടി നിർമ്മിച്ച വീട്ടിൽ ഇന്ന് സുമീറിൻ്റെ കുടുംബം വളരെ സന്തോഷത്തോടുകൂടി ജീവിക്കുകയാണ്. ഇത് എത്രത്തോളം പ്രശംസിച്ചാലും മതിയാകും എന്നെനിക്ക് തോന്നുന്നില്ല. ജോഷി മംഗലം ഈ ദൗത്യവുമായി മുന്നോട്ട് വന്നപ്പോൾ ഇതിനെ മാതൃകയാക്കി നമ്മുടെ നാട്ടിൽ പല ആളുകളും ഇത്തരമുള്ള പ്രവർത്തനങ്ങളിൽ സജീവമായി എന്നുള്ളതും അദ്ദേഹത്തിൻ്റെ ഒരു നേട്ടമായി എന്ന് പറയാതിരിക്കുക നിർവാഹമില്ല. ജോഷിയുടെ ഇടച്ചോറ്റയിലുള്ള സ്ഥലത്തെ 7 സെൻറ്റ് സ്ഥലം നൽകുകയും അതോടൊപ്പം തന്നെ വീട് നിർമ്മിക്കാൻ സാമ്പത്തിക സഹായം നൽകുകയും ചെയ്തു. അതോടൊപ്പം വീട് വെക്കാനുള്ള സ്ഥലമില്ലാത്തത് സ്ഥലം ഫ്രീ ആയി നൽകിയിരിക്കുക. അപ്പോൾ ഈ വീടിന് തന്നെയല്ല, ഇനി ഒരു വീടിനും കൂടി സ്ഥലം ഫ്രീ ആയി നൽകുന്നു. അതെ, 2 വീടിന് അത് തന്നെ. ഒന്ന് ഇതിന്, ഒന്ന് വേറെ ഒരു വീടിനും കൂടെ നൽകും. വേറെ 2, അപ്പോൾ 3 വീടിനാണ്. അത് ഏതായാലും സ്ഥലമുള്ളവർ അങ്ങനെ ഒരു മനസ്സ് കാണിക്കുക എന്ന് പറയുന്നതും വലിയ കാര്യമാണ്. അതിലും അവരെ അഭിനന്ദിക്കാൻ, ആ മാന്യ വ്യക്തിയെ അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഈ മേഖലയിൽ അറിയപ്പെടുന്ന ഒരു റബ്ബർ ഡീലറാണ് മംഗലത്തിലെ ജോഷിച്ചാൻ എന്ന് പറയുന്ന വ്യക്തിത്വം. ആ ബിസിനസ്സിൽ നിന്നും തനിക്ക് കിട്ടുന്ന ലാഭത്തിൻ്റെ ഒരു വിഹിതം അദ്ദേഹം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നീക്കിവച്ചിരിക്കുകയാണ്. ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഈ സമൂഹവുമായി പല കാര്യങ്ങളിൽ ഞാൻ ബന്ധപ്പെടുകയും ഇടപഴകുകയും ഒക്കെ ചെയ്തപ്പോൾ പലരും പല സഹായ അഭ്യർത്ഥനയുമായി എന്നെ വന്ന് സമീപിച്ചപ്പോഴൊക്കെ അത് രോഗികളാകാം, അല്ലെങ്കിൽ വിവാഹ ധനസഹായമാകാം, അതുമല്ലെങ്കിൽ സ്ഥലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാകാം. ഇത്തരം സഹായ അഭ്യർത്ഥനയുമായി പലരും സമീപിച്ചപ്പോൾ ഈ മംഗലത്തിലെ ജോഷിച്ചാനെ ഞാൻ നിരവധി തവണ ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെടുകയും അദ്ദേഹത്തോട് ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ വളരെ കൃത്യമായി ഈ നമ്മൾ പറയുന്ന ആളുകളെ സഹായിക്കാനുള്ള ഒരു സന്മനസ് അദ്ദേഹം കാണിച്ചിട്ടുണ്ട്. ആദ്യം മുതലേ അർഹരായ പാവങ്ങൾക്ക് സഹായം നൽകി വന്നിരുന്നെങ്കിലും വളർത്തമ്മയുടെ മരണത്തോടെ ഈ കാര്യത്തിൽ ഞാൻ കൂടുതൽ ശ്രദ്ധ ചെലുത്തുകയും ഇതിനായി കൂടുതൽ സമയം കണ്ടെത്തുകയും ചെയ്തിരുന്നു. പണം ധാരാളമായി ചെലവഴിക്കുകയും ചെയ്തു തുടങ്ങി. പാവങ്ങളെ സഹായിച്ചാൽ അതിൻ്റെ 10 മടങ്ങ് ദൈവം തിരിച്ചു നൽകുമെന്ന് എന്നെ പഠിപ്പിച്ചത് മോനമ്മച്ചിയായിരുന്നു. എൻ്റെ അടുത്ത് സഹായം തേടി വരുന്ന അർഹതപ്പെട്ട ഒരാളെയും ഇന്നോളം ഞാൻ വെറും കൈയോടെ മടക്കി അയച്ചിട്ടില്ല. ജനപ്രതിനിധികൾ, പത്രപ്രവർത്തകർ, സുഹൃത്തുക്കൾ എന്നിവരൊക്കെ ആഹാരം, ചികിത്സാ സഹായം എന്നിവയ്ക്ക് ബുദ്ധിമുട്ടുന്നവരെക്കുറിച്ചുള്ള വിവരം എനിക്ക് നൽകാറുണ്ട്. കൂടാതെ വീട്ടിലും ഓഫീസിലും ദൈനംദിന ഒട്ടേറെ സഹായം തേടി എത്താറുണ്ട്. അവർ സഹായത്തിന് അർഹതപ്പെട്ടവരാണെങ്കിൽ വേണ്ട സഹായം എത്തിക്കും. ഇത്തരത്തിലുള്ള നിരവധി പേർക്ക് ആജീവനാന്ത സഹായം നൽകി വരുന്നു. ഇത്തരക്കാർക്ക് എല്ലാ മാസവും 1-ാം തീയതി എൻ്റെ ഓഫീസിൽ നിന്ന് കൃത്യമായും സഹായധനം എത്തിച്ചു കൊടുക്കും. മുണ്ടക്കയത്തെ പത്രപ്രവർത്തകർ പറഞ്ഞാണ് മെഡിക്കൽ ടെസ്റ്റ് ആശുപത്രിയിൽ ദേഹം പുഴുവരിച്ച നിലയിൽ ചികിത്സയ്ക്ക് പണമില്ലാതെ നിർദ്ധനായ ഒരാളെ എത്തിച്ച വിവരം ഞാൻ അറിഞ്ഞത്. മാസങ്ങളായി വീട്ടിൽ അബോധാവസ്ഥയിൽ കിടന്നത് മൂലമാണ് പുറം പഴുത്ത് വ്രണമായത്. ഞാൻ ആശുപത്രിയിലെത്തി ഡോക്ടറെ കണ്ട് ഭക്ഷണം, വസ്ത്രം, ചികിത്സാ ചെലവ് എന്നിവ ഏറ്റെടുക്കുന്നതായും വിദഗ്ധ ചികിത്സ നൽകണമെന്നും ആവശ്യപ്പെട്ടു. ആശുപത്രിയിലെ ഏറെ നാളത്തെ വിദഗ്ധ ചികിത്സയിൽ ചെളുക്കുഴി സ്വദേശി തങ്കച്ചൻ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരികയും എന്നോട് ചിരിച്ചുകൊണ്ട് സംസാരിക്കുകയും ഏറെ നാൾ ജീവിക്കണമെന്ന ആഗ്രഹം പങ്കുവെക്കുകയും ചെയ്തു. എന്നാൽ ഒരു ദിവസം പെട്ടെന്ന് പ്രഷർ കൂടുകയും മരിക്കുകയും ചെയ്തു. ഇയാളുടെ സംസ്കാര ചടങ്ങുകളുടെ എല്ലാ ചെലവുകളും ഞാനാണ് വഹിച്ചത്. ഇങ്ങനെയുള്ള നിരവധി അനുഭവങ്ങൾ
എല്ലാ വർഷവും പാവങ്ങൾക്ക് ഭക്ഷണ വസ്തുക്കൾ അടങ്ങിയ ഓണക്കിറ്റ് സൗജന്യമായി നൽകി വരാറുണ്ട്. സഹോദരനെ സ്നേഹിക്കുക എന്ന് പറയുന്നത് എങ്ങനെയാണ്? അവൻ്റെ ആവശ്യങ്ങളിൽ കൂടെ നിന്ന് അവന് വേണ്ടി നിലകൊള്ളുക എന്നുള്ളതാണ് സഹോദരനെ സ്നേഹിക്കുക എന്ന് പറയുക. അപ്പോൾ സഹോദരനെ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ എന്താണ്? അത് ദൈവത്തെ സ്നേഹിക്കുക എന്നുള്ളത്. അപ്പോൾ ദൈവത്തെ സ്നേഹിക്കുന്ന ആൾക്കാർ നമ്മുടെ കൂടെയുണ്ട് എന്നതിൻ്റെ വലിയൊരു തെളിവ് എന്ന നിലയിലാണ് നമ്മൾ ഇന്ന് ഈ ഒരു കർമ്മത്തിൽ പങ്കെടുക്കുക. ജോഷിയുടെ ജീവകാരുണ്യ പ്രവർത്തന മികവിന് ഒട്ടേറെ സംഘടനകളും സ്ഥാപനങ്ങളും പുരസ്കാരം കൊണ്ട് ജോഷിയെ ആദരിച്ചിട്ടുണ്ട്. ജോഷിയുടെ സിറ്റൗട്ട് നിറയെ പുരസ്കാരങ്ങളുടെ നിറവിലാണ്. ഞാൻ പണി കഴിപ്പിച്ച 31 വീട് കൈവിട്ടു പോയതോടെ അന്തി ഉറങ്ങാൻ മുണ്ടക്കത്ത് വീടില്ലാതായി. കുടുംബ വീടിന് സമീപം വെളിച്ചാനി പള്ളിക്ക് അടുത്ത് തന്നെ ഒരു വീട് വേണമെന്നത് അമ്മയുടെ ആഗ്രഹമായിരുന്നു. അങ്ങനെയാണ് ഈ വീടും 26 സെൻറ്റ് സ്ഥലവും വാങ്ങിയത്. മറ്റൊരു വീടും ദേശീയപതയോരത്ത് കടമുറികളും പിന്നീട് പണിയുകയും ചെയ്തു. ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകാതിരിക്കാൻ ഞാൻ മറ്റൊരു വിവാഹം കഴിക്കണമെന്ന് അമ്മ എപ്പോഴും പറയുമായിരുന്നു. ഒരാളെ കണ്ടെത്താൻ ജോഷിയെ നിർബന്ധിക്കണമെന്ന് വീട്ടിൽ വരുന്ന അടുപ്പക്കാരോടൊക്കെ അമ്മ പറയുമായിരുന്നു. പക്ഷേ ഇനി വരുന്നവരും അമ്മയെ നോക്കാതിരുന്നാലോ എന്ന ഭയമുണ്ടായിരുന്നു എനിക്ക്. അമ്മയുടെ മനം വരെ ഞാൻ അമ്മയെ നല്ലതുപോലെ നോക്കി. സത്യമറിയാവുന്ന അമ്മ എന്നെ ആശ്വസിപ്പിക്കാനുണ്ടായിരുന്ന ഞാൻ എല്ലാത്തിനെയും അതിജീവിച്ചു. 2012 ജൂൺ 18 അമ്മ കൂടി എന്നെ വിട്ടുപിരിഞ്ഞതോടെ മരണശേഷമാണെങ്കിലും അമ്മയുടെ നടക്കാതെ പോയ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചു. ഇതനുസരിച്ച് പാവപ്പെട്ട വീട്ടിൽ നിന്ന് പെൺകുട്ടിയെ കണ്ടെത്തി അവരോട് ഒന്ന് മാത്രമേ ആവശ്യപ്പെട്ടുള്ളൂ, പാവങ്ങളെ സഹായിക്കാൻ എന്നോടൊപ്പം ഉണ്ടാകണമെന്ന് മാത്രം. 2019 മാർച്ച് 11 ഞങ്ങൾ വിവാഹിതരായി. എന്നോടും കുടുംബത്തോടും മേലിലും ഇപ്രകാരം പ്രവർത്തിക്കാൻ നിങ്ങളുടെ ഓരോ പ്രാർത്ഥനയും ഞങ്ങൾ കൂടെ ഉണ്ടായിരിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. ഫെസ്റ്റൂൺ ചാനലിൻ്റെ കനൽ വഴികൾ താണ്ടി വിജയം കൊയ്തവർ എന്ന പരിപാടിയിൽ ജീവകാരുണ്യ പ്രവർത്തകനായ ശ്രീ ജോഷി മംഗലത്തിൻ്റെ ജീവിതത്തിലൂടെയുള്ള യാത്രയ്ക്ക് താൽക്കാലികമായി ഇവിടെ അർത്ഥവിരാമം കുറിക്കുകയാണ്. ഫെസ്റ്റൂൺ ചാനൽ അവതരിപ്പിക്കുന്ന കനൽ വഴികൾ താണ്ടി ജീവിതം കൊയ്തവർ എന്ന പരിപാടിയിൽ അടുത്ത എപ്പിസോഡ് പ്രക്ഷേപണം ചെയ്യുന്നവരെ ഫെസ്റ്റൂൺ ചാനലിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും നന്ദി. ബൈ.